നമസ്കാരം. കേരളത്തെ തകർത്തെറിഞ്ഞ മഹാപ്രളയം പ്രകൃതിക്ഷോഭമായിരുന്നോ അതോ ആസൂത്രിതമായ അട്ടിമറിയായിരുന്നു എന്ന തർക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും പുകയുകയാണ്. വിവാദമായ ഫോൺ സംഭാഷണം പുറത്തുവന്ന് ദിവസം രണ്ടായിട്ടും മാത്യു കുഴൽനാടിനെതിരെ പോലീസിൽ പരാതി നൽകാനോ നിയമ നടപടികൾ സ്വീകരിക്കാനോ ആരും തയ്യാറാകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദം അത് AI നിർമ്മിച്ചതാണെന്ന വിശദീകരണത്തെ പരിഹസിച്ച് ജനതാദൾ മുൻ നേതാവ് RS പ്രഭാതും UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയോടെ വിഷയം പുതിയ തലത്തിലേക്ക് കടന്നു. ശബ്ദരേഖ വ്യാജമാണെങ്കിൽ തനിക്കെതിരെ കേസെടുക്കാൻ സർക്കാരിനെ വെല്ലുവിളിച്ച മാത്യു കുഴൽനാടന്റെ നിലപാട് ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒരു മന്ത്രിയുടെ പേരിൽ വ്യാജരേഖ ചമച്ചു എന്ന ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും ആഭ്യന്തര വകുപ്പോ പോലീസോ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ശക്തമാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ശബ്ദരേഖയിലെ സത്യം പുറത്തുവരുമെന്ന ഭയമാണോ പരാതി നൽകുന്നതിൽ നിന്നും മന്ത്രിയെ പിന്നോട്ടടിപ്പിക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സംഭാഷണത്തിലെ ശബ്ദം AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാകാമെന്ന മന്ത്രിയുടെ വാദത്തെ RS പ്രഭാത് ശക്തമായി പരിഹസിച്ചു. AI ആണെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത മന്ത്രിക്കുണ്ടെന്നും എന്തുകൊണ്ടാണ് ഇത്രയും സമയം കഴിഞ്ഞിട്ടും സൈബർ പോലീസിനെ സമീപിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. പരാതിയുമായി മുന്നോട്ട് പോയ ഈ സംഭാഷണത്തിൽ മറുതലയ്ക്കൽ സംസാരിച്ച വ്യക്തിയുടെ പേര് പരസ്യമായി വെളിപ്പെടുത്തുമെന്ന പ്രഭാതിന്റെ മുന്നറിയിപ്പ് സർക്കാരിന് പുതിയ തലവേദനയായിട്ടുണ്ട്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വാദത്തിന് അടിവരയിടുന്ന രേഖകളാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. 2019 മെയ് മാസത്തിൽ ജലവിഭവ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് ഇതിന് തെളിവായും അദ്ദേഹം നിരത്തുന്നു. പ്രളയ പ്രതിരോധത്തെക്കാൾ ഉപരിയായി തോട്ടപ്പള്ളി സ്പിൽവേയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന കരിമണൽ ഖനനത്തിനായിരുന്നു സർക്കാർ മുൻഗണന നൽകിയതെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനേക്കാൾ വലിയ താൽപര്യം മണൽ ലോബിയെ സഹായിക്കാനായിരുന്നുവെന്ന ആരോപണം ഗൗരവകരമാണ്. മുൻമന്ത്രി മാത്യു ടി തോമസിനെതിരാണ് ആരോപണം. മഴക്കാലത്തിന് മുൻപ് മണ്ണ് നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച സർക്കാർ അത് ഒഴുകിപ്പോകാൻ നോക്കണമെന്ന് ഉത്തരവിട്ടത് എന്തിനാണെന്നും കുഴൽനാടൻ ചോദിക്കുന്നു. ഡാം മാനേജ്മെന്റിന് ഉത്തരവാദിത്തമുള്ള ജലവിഭവ വകുപ്പിന് മണലിൽ എന്താണ് കാര്യമെന്ന ചോദ്യം മണൽക്കടത്തിനായുള്ള ഗൂഢാലോചനയിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. പ്രളയം എന്ന മറവിൽ നടന്ന ഈ കരിമണൽ കച്ചവടം ലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കിയ ക്രൂരമായ അട്ടിമറിയാണെന്നാണ് UDFന്റെ വാദം. പ്രളയ വിഷയത്തിൽ CPM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധമായ ഡീൽ നടന്നുവെന്ന ആരോപണവും കുഴൽനാടൻ ആവർത്തിക്കുന്നുണ്ട്. തീവ്ര മഴയെക്കുറിച്ച് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ വീഴ്ച വരുത്തിയത് അന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്രയും വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും BJP നേതാക്കൾ പുലർത്തുന്ന മൗനം ഈ രഹസ്യധാരണയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. രണ്ട് മുന്നണികളും കുറ്റക്കാരെ സംരക്ഷിക്കാൻ ഒത്തുകളിക്കുകയാണെന്നാണ് UDFന്റെ പക്ഷം. മന്ത്രിയുടെ വിശദീകരണം AI എന്ന സാങ്കേതികവിദ്യയിൽ ഒതുങ്ങുമ്പോൾ അത് ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയിൽ അന്വേഷണം നടത്താൻ പോലീസ് സ്വമേധയാ തയ്യാറാകാത്തതും ചർച്ചയാകുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ മിന്നൽ വേഗത്തിൽ നടപടിയെടുക്കുന്ന സൈബർ വിഭാഗം ഈ കാര്യത്തിൽ പുലർത്തുന്ന നിശബ്ദത രാഷ്ട്രീയ വൃത്തങ്ങളിൽ അത്ഭുതമാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് RS പ്രഭാതും മാത്യു കുഴൽനാടനും വ്യക്തമാക്കിയതോടെ കേരള രാഷ്ട്രീയം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. പരാതി നൽകാൻ മന്ത്രി മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ബാക്കിയാവുകയാണ്.